സോ ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ തുടരും സിനിമയുടെ ട്രെയിലർ വന്നു. 10 മണി മുതൽ കാത്തിരിക്കുന്ന അവസാനം വന്നത് 10:20-നാണ്. ട്രെയിലർ ഞാൻ കണ്ടു, ഒരിക്കൽ കൂടി ഒന്ന് പ്ലേ ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു സിനിമ ഇവർ രണ്ടുപേരും കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ലാലേട്ടനും ശോഭന ചേച്ചിയും ഒരു 40 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള, എനിക്ക് 1984 ഏപ്രിൽ 15 സിനിമയാണ് ശോഭന ആദ്യമായിട്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി വരുന്നത്. അതിന് മുമ്പ് തന്നെ ബാലതാരമായിട്ട് തമിഴിൽ തെലുങ്കിലൊക്കെ വന്നിട്ടുണ്ടെന്ന് മറ്റൊരു കാര്യം. ലാലേട്ടനെ 45 വർഷം നമുക്ക് പരിചയമാണ്. ലാലേട്ടൻ നമ്മളെപ്പോഴും കാണുന്നത് ഒരു മാസ് ഹീറോ ആയിട്ടല്ല, ഒരു ഫാമിലി പേഴ്സൺ അല്ലെങ്കിൽ ഫാമിലി മൂവി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഫാമിലിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ അത്രയും നമുക്ക് ഉള്ളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം കൈകാര്യം ചെയ്യാൻ അത്രയ്ക്കും സ്റ്റഫുള്ള ഒരാളായിട്ട് നമുക്ക് ലാലേട്ടൻ എപ്പോഴും കാണാം. സോ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ, ഇപ്പോൾ വൈശാഖ സന്ധ്യ എന്ന് പറയുന്ന പാട്ടായിക്കോട്ടെ, പക്ഷേ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് പവിത്രം. അപ്പം ആ ഒരു സിനിമയിൽ ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫേമസ് ആണ്, നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല. പക്ഷേ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ശോഭന ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ലൈഫ് തന്നെ ഇപ്പോൾ ഇച്ചിരി സീരിയസ് ആയി, അവരുടെ ലൈഫ് തന്നെ ഒരു പക്ഷേ കുറച്ച് രാഷ്ട്രീയ ചായവും ഡാൻസിലേക്കും, എനിക്കതൊരു ഫാമിലി ലൈഫിൽ നിന്ന് മാറി നിന്ന് സിനിമ മാത്രമാണ് ലോകം എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നൊരു ലേഡിയും, സിനിമ തന്നെ ലോകം എന്ന് ചിന്തിക്കുന്ന ലാലേട്ടനും കൂടെ കമ്പൈൻ ചെയ്ത് വീണ്ടും ഒരു 10 വർഷം, എനിക്കൊന്ന് 10-20 വർഷങ്ങളായിട്ടാണ് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വീണ്ടും കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തരുൺമൂർത്തി എന്ന് പറഞ്ഞ ഡയറക്ടറിന് വലിയൊരു ചലഞ്ച് തന്നെ ആയിരിക്കും, സംശയമില്ല. എന്തായാലും നമുക്ക് ട്രെയിലർ കാണാം, ട്രെയിലർ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, ഒന്ന് കണ്ടു നോക്കാം. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. ആർക്കടാ പ്രശ്ന? എന്താണ്? എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. നീ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം കറങ്ങും. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം? തരൂല സാറേ, എന്റെ കാർ കിട്ടൂല. കിളി പോവും. അന്ത ആൾക്ക് കാറ് കയ്യിലെ കെട്ടിയാ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു പഴയ ലാലേട്ടൻ, അതായത് ഒരു 90s ലാലേട്ടൻ, അല്ലെങ്കിൽ ഒരു 90s എൻഡിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്ന ആ ഒരു കഥാപാത്രങ്ങൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് തരുൺമൂർത്തി ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം തരുൺമൂർത്തി തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് നമുക്ക് പഴയ ലാലേട്ടനെ കൊണ്ടുവരാൻ പറ്റില്ല, അത് പുതിയ രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാലും അതിനകത്ത് കുറേ സീക്വൻസ്, എസ്പെഷ്യലി ആ ശബരിമല പോകുന്നതും ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു തമാശകളും, പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയും, നമ്മുടെ ശോഭനയും ലാലേട്ടൻ തമ്മിലുള്ള കെമിസ്ട്രിയും, ഇവർ തമ്മിലുള്ള കെമിസ്ട്രി സംഭവങ്ങളൊക്കെ ഇച്ചിരി പാടായിരിക്കും. ആ ഒരു സ്റ്റഫിനെ കൊണ്ടുവരാൻ സംശയമില്ലാത്ത കാര്യമാണ്. കാരണം പെട്ടെന്ന് ഓർമ്മ വന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ബാലേട്ടൻ സിനിമയില്ലേ, ലാലേട്ടൻ്റെ. അപ്പോൾ ബാലേട്ട ആ ഒരു സംഭവത്തിനകത്ത് കുറച്ച് ആക്ഷൻ ഉണ്ട്, എന്നാൽ കുറച്ച് നമ്മുടെ നെടുമുടി ചേട്ടനുമായിട്ടുള്ള ആ ഒരു അച്ഛൻ മകൻ ബന്ധത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പം ആ ഒരു സംഭവം എത്ര മനോഹരമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എനിക്കൊന്ന് പല കാര്യങ്ങളും, ഇപ്പം തരുൺമൂർത്തി ഡയറക്ടറിൻ്റെ പഴയ സിനിമകൾ എടുക്കുകയാണെങ്കിൽ സൗദി വെള്ളയ്ക്ക, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ ജാവ, ഈ 2 സിനിമയിലും ഒരു ചെറിയൊരു 2 സിനിമ, ഓപ്പറേഷൻ ജാവ സിനിമയിൽ ഒരു ക്രൈം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ക്രൈമിനെ മനോഹരമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് എനിക്കൊന്ന് സൗദി വെള്ളയ്ക്ക ഇച്ചിരി കൂടെ ഇമോഷണൽ ടച്ച്ഡ് ആയിട്ടുള്ള മൂവിയാണ്. സോ ഈ 2 മൂവിയുടെയും എവിടെയൊക്കെ ഒരു സീക്വൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ഇതൊരു എക്സ്ക്ലൂസീവ്ലി ഫാമിലി മൂവിയായിട്ട് തന്നെയാണ് കാണുന്നത്. ക്രൈം ഡ്രാമ മൂവിയാണ്. മണിയമ്പല രാജനെ കണ്ടു, നമ്മുടെ ബിനു പപ്പുവിനെ കണ്ടു, ഫർഹാൻ ഫാസിലിനെ കണ്ടു,
പിന്നെന്താ നമ്മുടെ ജെയ്ക്സ് ബിജോയാണ് എൻ്റെ മ്യൂസിക്, KR സുനിലാണ് എൻ്റെ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ. സോ സിനിമ മനോഹരമായിരിക്കും എന്നുള്ളത് സംശയമില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓൾറെഡി നല്ലൊരു ഹൈപ്പിൽ നിൽക്കുകയാണ് ലാലേട്ടൻ്റെ സിനിമകൾ, പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന മൂവി. അപ്പോൾ ആ എമ്പുരാൻ മൂവിയിൽ ലാലേട്ടന് കിട്ടുന്ന ആ ഒരു ഹൈപ്പിൻ്റെ അവിടെ തന്നെ ഈ ഒരു ട്രെയിലർ പിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു ഒരു 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 പ്രൊമോഷൻ ഓട്ടോമാറ്റിക്കലി കിട്ടുമെന്ന് തന്മൂർത്തിക്ക് മനസ്സിലായിട്ടുണ്ടാകാം ആൻഡ് പ്രൊഡ്യൂസറിന് മനസ്സിലായിട്ടുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും രഞ്ജിത്ത് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അതിന് ഒരു മുൻകൈ എടുത്ത് മേ ബി ഈ ട്രെയിലർ ഇപ്പോൾ തന്നെ ഇറക്കിയത്. എന്തായാലും ജിംഖാൻ്റെ ട്രെയിലറും കൂടി ഇറങ്ങിയിട്ടുണ്ട്, അതും നല്ല മനോഹരമായ നല്ല മേക്കിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ സിനിമ എന്തായാലും എന്നാണ് ഇറങ്ങുന്നത് എന്ന് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ. എന്തായാലും സിനിമ എമ്പുരാൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ റിലീസ് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മേ ബി വിഷുവിനോടനുബന്ധിച്ച് വിഷു കഴിഞ്ഞിട്ടായിരിക്കും സിനിമ വരുന്നത്. എന്തായാലും ഒരു മാസ് ആക്ഷൻ മൂവിക്ക് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഫാമിലി ടച്ച്ഡ് കോമഡി മൂവിയും കൂടെ വരുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മഹാനടൻ്റെ ഒരു പ്രത്യേകത. കാരണം ഏതൊരു കോമ്പിനേഷനെയും എന്താ പറയുക വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഏതായാലും കൂടുതൽ വലിച്ചു നീട്ടി ചിലവാക്കുന്നില്ല, തുടരും. ആ ഒരു തുടർച്ച ലാലേട്ടൻ്റെ ആ ഒരു വിജയഗാഥ തുടരുക തന്നെ ചെയ്യും. എന്തായാലും തുടരും. സിനിമയുടെ ട്രെയിലർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ അടുത്ത സിനിമ വിശേഷമായി അടുത്ത സിനിമ വിശേഷം ഉറപ്പായിട്ടും നമ്മൾ നാളെ തന്നെ നമ്മുടെ എമ്പുരാൻ്റെ വീഡിയോയുടെ റിവ്യൂ ഉറപ്പായിട്ടും നമ്മൾ ഇടുന്നതായിരിക്കും ചാനലിൽ. സോ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. ബൈ.